മൂസഫുലത നമ്മുടെ കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ നിലവിലുള്ള വാർഡുകളെ പുനർനിർണയിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വാർഡുകളെ പുനർനിർണയിച്ചുകൊണ്ടുള്ള പുതിയ ഉത്തരവ് സർക്കാർ പുറപ്പെടുവിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം അതിന്റെ കരട് വിജ്ഞാപനം പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മളെ നിലവിലുണ്ടായിരുന്ന വാർഡിലാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ ഭൂമിശാസ്ത്രപരമായി നമ്മൾ മറ്റു ഇടങ്ങളിലേക്ക് നമ്മുടെ പ്രദേശത്തെ വാർഡുകൾ വീടുകളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ആക്ഷേപങ്ങളും പരാതികളൊക്കെ ഉന്നയിക്കാനുള്ള സമയമാണ് ഇപ്പോ നിലവിലുള്ളത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാർഡ് നിങ്ങളുടെ വീട് ഉൾക്കൊള്ളുന്ന പ്രദേശം നിങ്ങൾ വീടടക്കം ഏത് പ്രദേശത്ത് ഈ വാർഡിലാണ് ഉൾപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറിക്ക് ഒരു അപേക്ഷ നൽകുകയും ഒരു പേജിന് 3 രൂപ എന്നുള്ള രീതിയിൽ നിങ്ങൾ അപേക്ഷ നൽകിയാൽ നിങ്ങൾക്ക് ആ കരട് വിജ്ഞാപനത്തിന്റെ കോപ്പി നിങ്ങൾക്ക് സെക്രട്ടറി നൽകുന്നതാണ്. അത് കൃത്യമായി പരിശോധിച്ച് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരു വെള്ളക്കടലാസിൽ ആ പരാതികൾ അതത് ജില്ലാ കളക്ടർമാർക്കോ അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ സെക്രട്ടറിക്കോ രജിസ്റ്റേർഡ് തപാൽ വഴിയോ നേരിട്ടോ നിങ്ങൾക്ക് അവർക്ക് പരാതികളായി ആക്ഷേപങ്ങളായി അയക്കാവുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ സമിതിയെ നിയോഗിക്കുകയോ അതല്ലെങ്കിൽ കൃത്യമായി അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നിയമിച്ച് പരിശോധിക്കുകയും അതിന് ഭേദഗതി വരുത്താനുണ്ടെങ്കിൽ അതിന് മാന്യമായ രീതിയിൽ അതിനാവശ്യമായ ഭേദഗതികൾ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യം സൂചിപ്പിക്കുക. ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് ഇനി ഈ പരാതി നൽകാനുള്ള അവസാന ദിവസം എന്ന് പറയുന്നത് 2024 ഡിസംബർ 3-ാം തീയതിയാണ്. 3-ാം തീയതി വരെ ആണ് ഇതിന്റെ അവസാന സമയം. അതിനിടയിൽ നിങ്ങൾക്ക് നൽകാനുള്ള പരാതികളും ആക്ഷേപങ്ങളും എഴുതിയും നേരിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകൾക്ക് നൽകാവുന്നതാണ്. രേഖ പഞ്ചായത്ത് ഓഫീസിൽ പോയാൽ നിങ്ങൾക്ക് കൃത്യമായി രേഖകൾ പരിശോധിക്കാവുന്നതാണ്. പൊതുസ്ഥലങ്ങളിലും രേഖകൾ രേഖകൾ പബ്ലിസിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാവും, അതും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. മാത്രമല്ല ഇത് കേരളത്തില് ആദ്യമായിട്ടാണ് ഇത്തരത്തില് ഒരു ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വാർഡുകൾ പുനർനിർണയിക്കുന്നത്. അത് HTML എന്ന് പറയുന്ന ഫോർമാറ്റിലെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ പൊതുജനത്തിന് കൃത്യമായി തന്നെ HTML ഫോർമാറ്റിൽ കയറിയ വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കൃത്യമായ വാർഡുകളുടെ അതിർത്തികളും നിങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലങ്ങളും നിങ്ങളുടെ വീട് നമ്പർ ഏത് വാർഡിലാണ് ഉൾപ്പെട്ടതെന്നൊക്കെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായിരുന്നാലും അതൊന്നും കഴിയാത്തവരുണ്ടെങ്കിൽ നേരിട്ട് പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ടെങ്കിലും നേരിട്ട് പരിശോധിച്ച് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ വാർഡ് ഏതാണെന്ന് ഉറപ്പുവരുത്താനും ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കാനും ഒക്കെയുള്ള അവസരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഈ വരുന്ന ഡിസംബർ 3 വരെ നമുക്ക് പൊതുജനത്തിന് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കാർക്കൊക്കെ അനുവദിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തി കുറ്റമറ്റ രീതിയിലുള്ള ഒരു വാർഡ് പുനർനിർണയ വിഭജന വാർഡായി മാറട്ടെ എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. വീണ്ടും സൂചിപ്പിക്കുന്നു, 2024 ഡിസംബർ 3 വരെയാണ് നമുക്ക് അനുവദിക്കപ്പെട്ട കാലാവധി. നിങ്ങളെ എല്ലാവരും ബന്ധപ്പെട്ട പൊതുപ്രവർത്തകരും ബന്ധപ്പെട്ടവരൊക്കെ ഈ കാര്യത്തിൽ ജാഗ്രത കാണിക്കണമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു.